പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന വിഷയത്തെ കുറിച്ചാണ് ഈ ദിവസവും നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇത് ചില ദിവസങ്ങളിൽ തുടർമാനമായി ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ ഈ ചാനലിലൂടെ ചിന്തിക്കാൻ പോവുകയാണെന്ന്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് അബ്രഹാമിന്റെ അനുഗ്രഹം എപ്രകാരമായിരുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാനിടയായി. അബ്രഹാമിന്റെ ദൈവം എപ്രകാരം അനുഗ്രഹിക്കാം എന്നാണ് പറഞ്ഞത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെയാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയിട്ട് അനുഗ്രഹിക്കാമെന്ന് പ്രോമിസ് ചെയ്തത്. 13-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു എന്ന് അബ്രഹാമിനെ കുറിച്ച് വേദപുസ്തകം പറയാൻ. അബ്രഹാമിനെ കുറിച്ച് പറയാണ്, അവൻ ഈ വകയിലെല്ലാം ബഹുസമ്പന്നനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അബ്രഹാമിന്റെ സമ്പത്തിന് ദേശത്ത് വഹിപ്പാൻ കഴിയാത്ത നിലയിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് ലോത്തും അബ്രഹാമും തമ്മിൽ വേർതിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇവിടെ. കാരണം ആ നിലയിൽ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു, സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. നോക്കണമേ, അബ്രഹാമിനെ ദൈവം എപ്രകാരം അനുഗ്രഹിക്കാം എന്നാണോ പറഞ്ഞ് വിളിച്ചിറക്കിയത്, അതുപോലെ ആ നിലയിൽ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇവിടെ. ഹല്ലേലൂയ. അവന്റെ സമ്പത്തിന് ദേശത്ത് വഹിപ്പാൻ കഴിയാത്ത നിലയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് ലോത്തും അബ്രഹാമും തമ്മിൽ വേർപിരിയുകയാണ് ഇവിടെ. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് തന്റെ ഒരു ദാസൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു, അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസീദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. നോക്കണമേ, അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് തന്റെ ഒരു ദാസൻ പറയുകയാണ്, അവന് ദൈവം മഹാനാക്കി മാറ്റി, അവൻ ഒത്തിരി ആടുമാടുകള്, വെള്ളി, ദാസീദാസന്മാർ, പൊന്ന്, ഒട്ടകങ്ങൾ, ഇതിനെല്ലാം അവൻ സമ്പന്നനായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറയുവാനിടയായി, ഇതേ അബ്രഹാമിന്റെ അനുഗ്രഹത്തിനകത്തേക്കാണ് യേശു ക്രിസ്തുവിലായിരിക്കുന്ന എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് സഭ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതേ അനുഗ്രഹത്തിലേക്ക് യേശു ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നു. അത് നൽകുവാനാണ് ദൈവത്തിന്റെ പ്ലാന്, പദ്ധതി എന്നുള്ള യാഥാർത്ഥ്യം ഈ പകൽ നിങ്ങൾ തിരിച്ചറിയുക. എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു: ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തത്തിൽ പങ്കാളികളാകണമെന്ന് യേശു ക്രിസ്തുവിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നൊരു സത്യം ഈ പകലിൽ നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾ ഒന്നുമില്ലാത്തവരായി ഈ ഭൂമിയിൽ വളരെ കഷ്ടത അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം ആണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി, യേശു ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതി, അവൻ അബ്രഹാമിന്റെ അനുഗ്രഹത്തിലേക്ക് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം പറയുന്നു: അബ്രഹാമിന്റെ അനുഗ്രഹം
ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ. അപ്പോ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് വരയണം. യേശു ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരിലും അബ്രഹാമിന്റെ അനുഗ്രഹം വരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനാണ് ദൈവം നമ്മെ യേശു ക്രിസ്തുവിലാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ പകൽ തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യം ഇതാണ്: യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ഉറക്കേണ്ടതുമായ ഒരു കാര്യം ഞാൻ ഈ പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. നിങ്ങൾ അബ്രഹാമിന്റെ അനുഗ്രഹത്തിലേക്ക് വിളിച്ചിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് അവകാശികളാണ് നിങ്ങൾ എന്ന യാഥാർത്ഥ്യം ഈ പകൽ നിങ്ങൾ തിരിച്ചറിയുക. ഗോഡ് ബ്ലസ് യു. വരുന്ന ദിവസങ്ങളിൽ അബ്രഹാമിന്റെ അനുഗ്രഹം എപ്രകാരമാണ് യേശു ക്രിസ്തുവിലൂടെ ജാതികളിലേക്ക് വരുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.